എല്ലാവർക്കും നമസ്കാരം. ഫുഡ് മൊമെന്റ്സ് തശ്ശൂരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഈ സ്നാക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമുക്ക് പ്രിപ്പറേഷനിലോട്ട് പോകാം. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 മുട്ടയാണ്. രണ്ട് മുട്ടയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് നമ്മൾ എടുക്കുന്നത്. പഞ്ചസാര പൊടിച്ച് ചേർക്കരുത്, ഇങ്ങനെ തന്നെ നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് പഞ്ചസാര ഇതിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ മുട്ടയും പഞ്ചസാരയും കൂടെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് ചേരണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. ഒന്നുകൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിനുശേഷം നമുക്ക് മൈദ ചേർത്ത് കൊടുക്കാം. മൈദ ഞാനിപ്പോൾ എടുത്തു വച്ചിരിക്കുന്നത് 1 കപ്പ് മൈദയാണ്. ഇത് കുറച്ചായിട്ട് നമുക്ക് ചേർക്കാം. ഒറ്റയടിക്ക് ഇടരുത്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമുക്ക് ചപ്പാത്തി മാവിനേക്കാട്ടിലും കുറച്ചും കൂടെ ലൂസായിട്ടുള്ള മാവായിട്ടാണ് ഇത് എടുക്കേണ്ടത്. നമുക്ക് കൃത്യമായിട്ട് മൈദ എത്ര വേണം എന്നുള്ള അളവ് പറയാൻ പാടാണ്. കാരണം നമ്മുടെ മുട്ടയുടെയൊക്കെ വെള്ളയുടെ ഒക്കെ അനുസരിച്ച് ചെയ്യും. ഓരോ മുട്ടയിലും അതിന് സൈസൊക്കെ വ്യത്യാസമല്ലേ. അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ടുള്ള അളവ് പറയാൻ പാടാണ്. അപ്പം ഞാനിപ്പോൾ 1 കപ്പ് മൈദയാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. കുറച്ചും കൂടെ മൈദ ആവശ്യമാണ്. നമ്മളിപ്പോൾ ഈ പരുവത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ 2 കപ്പ് മൈദ ചേർത്തായിരുന്നു. ടോട്ടൽ 2 കപ്പ് മൈദയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. നെയ്യും കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നെയ്യ് ചേർത്ത് നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനിയും ഇതിനകത്തുനിന്ന് ചെറിയ പോർഷൻ എടുക്കാം. ചെറിയൊരു പോർഷൻ എടുത്തിട്ട് നമുക്കത് ഉരുളകളാക്കാം. ഉരുളയാക്കിയിട്ട് നമ്മുടെ ഫോർക്ക് ഉണ്ടല്ലോ, ഫോർക്കിന് മുകളിലോട്ട് വെച്ചിട്ട് ഇതൊന്ന് പരത്താം. ഫോർക്കിന് മുകളിലോട്ട് നമ്മളിങ്ങനെ പരത്തി വെച്ചിട്ട് നമുക്കിതിൽ നിന്ന് ചുരുട്ടിയെടുക്കാം. നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ ഇതേപോലെ ആക്കിയെടുക്കാം. നമ്മുടെ മാവെല്ലാം നമ്മളിതുപോലെ തന്നെ ചുരുട്ടി എടുത്തിട്ടുണ്ടെല്ലാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് ഇതിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമുക്ക് കാരക്കാപ്പും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കോരി മാറ്റാം. ഈ ഒരു കളറിൽ വേണം നമ്മൾ എടുക്കാൻ വേണ്ടി. പിന്നെ അതേപോലെ തന്നെ നമ്മളിത് വറക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടേ വറക്കാവുള്ളൂ. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറഭാഗം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് തീ കൂട്ടി വെക്കരുത്. ലോ ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാൻ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാരക്കാപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ക്രിസ്പിയാണ്. അതുപോലെ തന്നെ അകഭാഗം നല്ല സോഫ്റ്റും ആണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും.
4 മണിക്ക് നമുക്കൊരു കട്ടൻ്റെ കൂടെ ആണെങ്കിൽ കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റുന്നതാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത ദിവസം ഒരു പുതിയ ഡിഷായിട്ട് കാണുന്നവരെ എല്ലാവർക്കും